പ്രമുഖ എഴുത്തുകാരൻ AK അബ്ദുൽ മജീദ് 10 ദിവസത്തോളം ഇറാനിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഷിയ മതജീവിതം അങ്ങനെയായിരിക്കും. ഈ മതജീവിതം 100% ഷിയാക്കൾ തന്നെയാണ്. അതിർത്തി ഭാഗങ്ങളിലാണ് സുന്നികളുള്ളത്. അവർക്ക് എന്തെങ്കിലും പള്ളികളൊക്കെ അതിർത്തി ഭാഗങ്ങളിലുണ്ട് പറയും. നമ്മളെ പോയ സിറ്റികളിലൊന്നും സുന്നി പള്ളികളില്ല. അവിടെ വളരെ കുറഞ്ഞ സുന്നികൾ വളരെ മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമാണ്. അതുപോലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട്. അതേപോലെ ഈ സൊറാസ്ട്രിയൻസ് ഉണ്ട് പഴയ. അവർ ഈ യസ്ദ് മേഖലയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഞങ്ങളൊരു അർമീനിയൻ ചർച്ചിൽ പോയി. അത് വളരെ മനോഹരമായ ഒരു ചർച്ചാണ്. അവരുടെ ഒരു ക്വാർട്ടേഴ്സ്, അർമീനിയൻ ക്വാർട്ടേഴ്സ് വളരെ മനോഹരമായിട്ടുള്ള, അതും അവരുടെ സ്കൂൾ അതൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഷിയാ പള്ളികളിൽ ഞങ്ങൾ കണ്ടതൊക്കെ ഇങ്ങനെ ഈ ദർഗകളോടനുബന്ധിച്ചുള്ള പള്ളികളൊക്കെയാണ്. അതൊക്കെ സജീവമായിട്ടാണ് കണ്ടത്. പക്ഷെ അധികവും വളരെ ചെറുപ്പക്കാരല്ല, ഒരു തലനിരച്ച ആളുകളാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ മറ്റുള്ളതെന്ന് വെച്ചാൽ അത് നമുക്കൊരു 10 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ആളുകളുടെ ഒരു സംഭവം വന്നു. പക്ഷെ ഒരു ഷിയ ഇസ്ലാമിക് ലൈഫ്, മത ജീവിതം അത് പ്രത്യക്ഷത്തിൽ തന്നെ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഷിയ ഈ ആരാധനക്രമം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ? അത് അല്ലേ, നമ്മൾ ഷിയ പള്ളിയിൽ കയറുകയും പിന്നെ അവരുടെ കൂടെ നമ്മൾ പോയാൽ കുറച്ചാളുകൾ അവരുടെ കൂടെ ജുമാക്ക് കൂടി. കാരണം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിൽ സാധാരണഗതിയിൽ വ്യത്യാസമൊന്നുമില്ല. കുത്തുബ പേർഷ്യൻ ഭാഷയിലാണ്. അതിലിങ്ങനെ ആയത്തുകളൊക്കെ ഓതുന്നതുകൊണ്ട് ഇന്ന വിഷയമാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ റമദാനാണ് വരുന്നത്. സാമ്പത്തികം, അതായത് പലസ്തീന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ള ഒരു സന്ദേശം. കാരണം പലസ്തീന് വേണ്ടി വലിയ കളക്ഷൻ പള്ളിയുടെ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളും ഫലസ്തീനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും പലസ്തീന് വേണ്ടി ഡൊണേഷൻ കളക്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വികാരം പോലെയാണ് ഫലസ്തീനിൻ്റേത് കാണാൻ കഴിഞ്ഞത്. അപ്പം ഇത് ഖുതുബയും സാധാരണ 2 റക്അത്ത് നമസ്കാരവും തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ വളരെ പ്രകടമായൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്കിൽ, സാധാരണ നമ്മുടെ സുന്നി ബാങ്കിൽ ഇല്ലാത്ത കുറച്ച് പദങ്ങളുണ്ട്. അലി വലിയുള്ള, അലി ഹുജ്ജത്തുള്ള, പിന്നെ അയ്യാല അമലൽ ഖൈർ, ഇങ്ങനെയുള്ളൊരു 3 വാക്കുകൾ അധികം അതിൽ കേട്ടിട്ടുണ്ട്. അത് ഷിയ ബാങ്കുകളിലുള്ളതാണ്. സ്ത്രീകൾ പള്ളിയിൽ വരുന്നുണ്ടോ? സ്ത്രീകൾ നമ്മളിവിടുത്തെ ഈ സലഫി പള്ളികളിലേതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള സ്ത്രീ സാന്നിധ്യം ഉള്ളതായിട്ടാണ് മനസ്സിലായത്. പക്ഷേ ഒരു മിങ്കിൾഡ് അല്ല, അത് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ഇതിൽ കാണാൻ കഴിയും. പിന്നെ അവർ സുജൂദ് ചെയ്യുമ്പോൾ ഒരു തുർബ മണ്ണിൻ്റെ കട്ടയിലാണ്. അത് ചിലർ 2 വെക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ഇരുന്നൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ നമ്മളവിടെ വെറും കസേരയിലല്ല, അതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റൂൾ ഉണ്ടാവും, ഒരു ഉയർന്ന, അതിൽ ഈ തുർബ വെച്ചിട്ട് അവിടെയാണ് അവർ സുജൂദ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. അതേപോലെ വേറൊരു കൗതുകരമായ കാര്യം, അവിടെ ഹെൽമെറ്റ് ഇല്ല. ഭയങ്കരമായിട്ട് ബൈക്കുകൾ ഒക്കെ ചീറിപ്പായുന്നുണ്ട്. ഒക്കെ അവരുടെ സ്വന്തം നിർമ്മിതികളാണ് കേട്ടോ, മാനുഫാക്ചർ ചെയ്തതാണ്. അവരുടെ കാറുകളും അവരുടെ, കാരണം അവർക്ക് ഉപരോധം കൊണ്ട് അവർ സ്വയം പര്യാപ്തരായിട്ടുണ്ട്. ബൈക്ക്, കാറുകളൊക്കെ അവരുടെ തന്നെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് നമ്മൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാത്ത. അപ്പോൾ ഹെൽമെറ്റ് നിയമം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം അത് എടുത്തു കളഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ ഇവരെ തടയുമ്പോൾ അവർ വേഗം വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ പോലീസുകാരെ ഹറാസ് ചെയ്യും. ചെറുപ്പക്കാർ, കുട്ടികൾ പോലീസിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോയിൽ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പോലീസ് അത് മൈൻഡ് ചെയ്യാതാണെന്നാണ് അവിടുത്തെ നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. പിന്നെ നമ്മൾ അന്വേഷിച്ചിടത്തോളം പിന്നെ പട്ടിണിയൊന്നും അങ്ങനെയില്ല. അതേ സമയത്ത് പണപ്പെരുപ്പമുണ്ട്. കാരണം അത് ഇന്ത്യൻ നോട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ $1 എന്നൊക്കെ പറഞ്ഞാൽ 44 ലക്ഷം റിയാലൊക്കെ വരും. ഇറാനിയൻ റിയാൽ. ഇറാനിൽ 2 നാണയങ്ങളുണ്ട്, തോമനും ഉണ്ട്, പിന്നെ അതേപോലെ ഇറാൻ റിയാലും ഉണ്ട്. കുറച്ചുകൂടി വാല്യൂ കൂട്ടിയ ഒരിതാണ്. അതെന്ന് വെച്ചാൽ തന്നെ $1 49,000 തോമൻ വരും. അപ്പൊ നമുക്ക് ഇന്ത്യ എന്നൊക്കെ പോകുന്ന സമയത്ത് വളരെ നിസ്സാര വിലയായി തോന്നും. പക്ഷെ സാധനങ്ങൾക്ക് നമ്മളുടെ ഇവിടത്തേക്കാൾ ചീപ്പായിട്ടാണ് നമുക്കിങ്ങനെ അനുഭവപ്പെട്ടത്. മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്നുകിൽ നമ്മളുടെ അത് അല്ലെങ്കിൽ അതേക്കാൾ കുറവായിട്ടാണ്. ജീവിത ചെലവ് ആ നിലക്ക് കുറവാവാനാണ് സാധ്യത. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടുത്തെ ആളുകളുടെ വരുമാനം. അപ്പോൾ അതിപ്പോൾ സാധാരണ നമ്മളുടെ ടാക്സി ഡ്രൈവറോട് നമ്മൾ ചോദിച്ചു അവർക്ക് ഒരു ദിവസം ഇത്ര വരുമാനം ഉണ്ടാകും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ 2,000 രൂപയാണ്.
അപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിലനിർത്താൻ അത് മതി. നല്ലൊരു ശമ്പളമാണത്. അതേപോലെ ഒരു സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം എത്രയായിരിക്കും? ഒരു മിനിമം ആ ലെവലിൽ $600 എന്ന് പറഞ്ഞത്. $600 എന്ന് പറഞ്ഞാൽ രണ്ടാക്കി ജോലി ഉണ്ടെങ്കിൽ വളരെ സുഭിക്ഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. കാരണം ആ ഒരു ഇതാണ് പൊതുവെ നിലവാരത്തിൽ കാണുന്നത്. പിന്നെ അവർക്ക് കൃഷിയുള്ളതുകൊണ്ട്, അറബ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇഷ്ടംപോലെ കൃഷിയുള്ളതുകൊണ്ട് ക്ഷാമമൊന്നും ഒരിക്കലും അനുഭവപ്പെടുന്നില്ല. ഒരു നന്നായി കൃഷിയുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പൊ നമുക്ക് അറിയാനുള്ളത് ഇപ്പൊ ഇറാൻ നമ്മുടെ അവിടുത്തെ ഒരു ഈ ഭക്ഷണ നമ്മുടെ വൈവിധ്യങ്ങൾ എന്താ നമ്മളെ ഇന്ത്യയിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നൊക്കെ അത് ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളെ ഈ ബിരിയാണി അവിടുന്ന് വന്നാണെന്നാണല്ലോ പറയുന്നത്. മുഗൾ ഡിഷൊക്കെ അവിടുന്ന് വന്നാണെന്നാണല്ലോ. അപ്പോൾ അവരുടെ ഡെയിലി ഇതിൽ റൊട്ടിയും അതുപോലെ കബാബുമാണ്. ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ബീഫ് കബാബ്, അതൊക്കെ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി അവിടെയാണെന്നാണ് നമ്മളെ കൂട്ടത്തിൽ പല രാജ്യങ്ങൾ 24 രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തുർക്കി, അതേപോലെ യൂറോപ്പ്, അതേപോലെ സ്പെയിന്, അമേരിക്ക ഒക്കെ സന്ദർശിച്ച ആളുകളുണ്ടായിരുന്നു. അവർ പൊതുവെ അവരെ ഒരു ഏകകണ്ഠമായി പറയുന്നത് ഏറ്റവും നല്ല ഭക്ഷണം ഇറാൻ്റെതാണെന്നാണ്. അത് അവരുടെ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ കാണാത്ത ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ധാരാളം നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതാണ് വ്യാപകമായിട്ടുള്ളത്. അത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗവുമാണ്. ഇതെല്ലാം ചേർത്തിട്ടുള്ള പലഹാരങ്ങൾ, ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ റൈസ്, അത് നമ്മളിലേക്കാണൊക്കെ എത്രയോ ക്വാളിറ്റി കൂടിയ റൈസാണ്. നല്ല ടേസ്റ്റുള്ള, അവർ ഓരോരുത്തരും നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതായിട്ട്. അവരുടെ സാധാരണ ഒരു ഹോട്ടലിൽ വിളമ്പുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ട് കഴിക്കാൻ കഴിയില്ല. അത്ര അധികമായിട്ടാണ് തോന്നിയത്. പിന്നെ നമുക്ക് ഒരു അവസാന ചോദ്യം എന്നുള്ളവർക്ക്, ഇപ്പം ഇറാൻ അമേരിക്കയുടെ വിരോധം നേരിടുന്നതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ ഇറാനിൽ പോയ ഒരാൾക്ക് അമേരിക്കയിലും യൂറോപ്യൻ യൂണിയനിലൊക്കെ പോയ ഈ പാസ്പോർട്ടിൽ അതൊരു എൻട്രി വന്നാൽ ഉള്ള അതിനെ അത് കൊണ്ട് തന്നെ അവർ പാസ്പോർട്ടിൽ അവരുടെ സീലടിക്കുന്നില്ല. അവരുടെ രാജ്യത്തിന്റെ സീലടിക്കുന്നത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർ പിന്നെ പൊതുവെ ഒരു ഫോറിനേഴ്സിനെ തന്നെ അടിക്കുന്നില്ല. കാരണം അവർക്കത് അറിയാവുന്നതുകൊണ്ട്. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ടൂറിസം വളർത്താൻ വേണ്ടി, ടൂറിസം വളർത്താനായിരിക്കും. അവർ നമ്മളുടെ പാസ്പോർട്ടിലൊന്നും സീലടിച്ചിട്ടില്ല. ഓ ശരി. ആരുടെ നല്ല വിദേശികൾക്കുള്ള ഈ ഇതുണ്ടല്ലോ എമിഗ്രേഷൻ ചാനലില്, അതിൽ അവർ ആർക്കും സീലടിക്കുന്നില്ല. ശരി. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് മറ്റു രാജ്യങ്ങളിൽ പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിയിൽ. അപ്പം പൊതുവെ യാത്ര വളരെ വളരെ സന്തോഷകരമാണ്. നമുക്ക് ഒരുപാട് ധാരണകൾ മാറിക്കിട്ടി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും പോകണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. കാരണം ലോകത്ത് പല ഈ വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള അതാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ്റെ പകുതിയോളം വലുപ്പമുണ്ടല്ലോ. നമുക്ക് എല്ലാ ഭാഗത്തും പോകാൻ കഴിയില്ല. എങ്കിലും അത് ഭയങ്കര, കാരണം മഞ്ഞുമലകൾ, പിന്നെ വില്ലേജുകൾ, പട്ടണങ്ങളുടെ ഈ വൈവിധ്യം, സാംസ്കാരിക ലൈഫ്. കാരണം അവിടുത്തെ നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണ് ഒരു മ്യൂസിക്കിൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. സംഗീതോപകരണങ്ങളുടെ ഒരു മ്യൂസിയം. അതിൽ ഇറാൻ്റെ വളരെ പഴയത് മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ മ്യൂസിക് ഉപകരണങ്ങൾ, അതേപോലെ ലോകത്തുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത തരം മ്യൂസിക്കുകൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേത്, ലോകത്തിൻ്റെ മൊറോക്കോയിലേത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത തരം അതെല്ലാം നമുക്ക് അവർ പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അവിടുത്തെ ഇത് പരിചയപ്പെടുത്തുന്ന. പിന്നെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അവരുടെ ട്രഡീഷണൽ മ്യൂസിക്കിൻ്റെ. അപ്പോൾ മ്യൂസിക് ഇവരുടെ ലൈഫിൽ, അതുപോലെ ചിത്രങ്ങൾ, അലങ്കാരങ്ങൾ. കാരണം ഈ അലങ്കാര പാത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ വിലയാണ് അതിന്. ഈ കോപ്പറിലും നന്നായിട്ട് ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ കൈകൊണ്ട് ഈ അറബ് ലോകത്തുള്ള മുസ്ലിങ്ങളെ അപേക്ഷിച്ച് സാംസ്കാരിക രംഗത്ത് ഏറ്റവും മുന്നില് സിനിമയിലും തിയേറ്ററുകളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം വളരെ സന്തോഷം. പിന്നെ ഇറാനെ കുറിച്ച് ഉള്ളൊരു ധാരണകൾ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ധാരണ. പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ അത് കൂടി പ്രാക്ടിക്കലായിട്ട് ഒരു ട്രിപ്പ് പോയി നോക്കിയാ പോകണം. തീർച്ചയായിട്ടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോകണം. വലിയ ചിലവൊന്നുമില്ല. നമ്മളുടെ നാട്ടിൽ ജീവിക്കാനുള്ള ചിലവൊക്കെ തന്നെ വരുള്ളൂ. റൂമിന്റെ വാടക ഒന്നും പറഞ്ഞാൽ വലിയ ചിലവൊന്നുമല്ല. അവർ ഭയങ്കര സ്നേഹമുള്ള ജനങ്ങളാണ്. ഗൾഫിലൊക്കെ ഉള്ളവർ പറയാറുണ്ട് ഇറാനികളെ കുറിച്ച്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മളെ കാണുമ്പോൾ അവർ സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷം പ്രകടിപ്പിക്കും.